ഹലോ നമസ്കാരം. കുട്ടിക്കുറുമ്പുകളുടെ ചിങ്കാരച്ചന്തം വീശുന്ന സൗന്ദര്യ മത്സരവേദി ഇൻസ്പയർ സുന്ദരിക്കുട്ടി സീസൺ 5 കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ സുന്ദരിക്കുട്ടികളുടെ ഈ സൗന്ദര്യ മത്സരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൻ്റെ കൊച്ചു സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാനായി അടുത്തതായി നമ്മുടെ വേദിയിലേക്ക് എത്താൻ പോകുന്ന മത്സരാർത്ഥി ശ്രീഗംഗയാണ്. ശ്രീഗംഗ കൊല്ലം സ്വദേശിനിയാണ്. നമുക്ക് ശ്രീഗംഗയെ വളരെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീഗംഗ. ഹായ് ശ്രീഗംഗ, സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ, സന്തോഷമല്ലേ? അതാ ഫേസിലുണ്ട് കേട്ടോ സന്തോഷമൊക്കെ. ഓക്കെ, നല്ല സുന്ദരി മണിയായിട്ടുണ്ട്. ഓക്കെ, കോൺഫിഡൻ്റ് ആണോ? ഭയങ്കര എനർജിയിൽ നിൽക്കുകയാണല്ലേ? ഓക്കെ, കൊല്ലത്ത് എന്തൊക്കെയുണ്ട് വിശേഷം? കൊല്ലത്ത് സുഖമാണ്. കൊല്ലത്ത് ഒരുപാട് ബീച്ചൊക്കെ ഉള്ള സ്ഥലമാണല്ലേ? ആണോ? അച്ഛൻ്റെ കൂടെയൊക്കെ അവിടെ പോവാറുണ്ടോ? ഉണ്ട്. ഓക്കെ, ആരുടെ കൂടെ യാത്ര പോകാനാണ് ഏറ്റവും ഇഷ്ടം? അമ്മയുടെ അച്ഛൻ്റെയും കൂടെ. അമ്മയുടെ അച്ഛൻ്റെയും കൂടെ പോകാൻ ഇഷ്ടം. അച്ഛൻ്റെ കൂടെ മാത്രം പോകാനല്ല ഇഷ്ടം? രണ്ടുപേരും കൂടെ. അതെന്താ? അത് നല്ല രസമാണ് രണ്ടുപേരും കൂടെ പോകുന്നത്. അവരുടെ കൂടെ പോകുന്നത് നല്ല രസമാണല്ലേ? എന്തൊക്കെയാ അവര് സാധാരണ മേടിച്ചു തരാറ്? എന്താ, എനിക്കിഷ്ടമുള്ള എല്ലാം മേടിച്ചു തരും. എല്ലാം മേടിച്ചു തരും അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ അവർക്ക് സന്തോഷം കിട്ടാം. അവരെയും നമ്മൾ സന്തോഷിപ്പിക്കണ്ടേ? അപ്പോൾ വേണം അല്ലേ? നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് അല്ലേ? അപ്പൊ ഇപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നല്ലോണം ചെയ്യണം, നന്നായിട്ട് പെർഫോം ചെയ്യണം. റെഡി അല്ലേ? റെഡിയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ റൗണ്ടിലേക്ക് പോയാലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രീഗംഗക്കുട്ടിയുടെ റാമ്പ് വോക്ക് കണ്ടിട്ട് തിരികെ വരാം. ശ്രീഗംഗ, എന്തോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു റാമ്പ് വോക്ക് ആയിരുന്നു. ഈ ഒരു എനർജി നമ്മളുടെ അടുത്ത റൗണ്ട് ആയിട്ടുള്ള സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഉണ്ടാവോ? ഉണ്ടാവും അല്ലേ? അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഓക്കെ, അപ്പൊ നമുക്ക് ശ്രീഗംഗയുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കേൾക്കാം. പറഞ്ഞു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീഗംഗ. ഞാൻ കൊല്ലം ജില്ലയിലെ അമ്പലംകുന്നിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ, അമ്മ, പിന്നെ ഞാനുമാണുള്ളത്. എൻ്റെ അച്ഛൻ്റെ പേര് ശ്രീരാജ്, അമ്മയുടെ പേര് ദീപിക. അച്ഛൻ ഇൻറ്റീരിയർ ഡിസൈനറാണ്, അമ്മ ഹോം മേക്കറാണ്. ഞാൻ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ അമ്പലംകുന്നിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എന്നെ ഡാൻസ് പഠിപ്പിക്കുന്നത് ശ്രീപാദം ഗീതാഞ്ജലി ടീച്ചറും രതീഷ് സാറും പിന്നെ കിച്ചിച്ചേട്ടനുമാണ്. അതോടൊപ്പം ഞാൻ കരാട്ടയും പഠിക്കുന്നുണ്ടേ. ഞാൻ കരാട്ടെ പഠിക്കുന്നത് ജയ് ഭാരത് കരാട്ടെ ടീമിലാണ്. എൻ്റെ ഹോബീസ് ഡാൻസിങ്, കരാട്ടെ, ഡ്രോയിങ്, ക്രാഫ്റ്റിംഗ് എന്നിവയാണ്. എനിക്ക് വലുതായി ഒരു എൻജിനീയർ ആകാനാണ് ആഗ്രഹം. അതോടൊപ്പം ഒരു സിനിമാ നടിയാകാനും കൂടിയാണ് എനിക്ക് ആഗ്രഹം. ഞാൻ ഈ സുന്ദരിക്കുട്ടി വേദിയിൽ വന്നത് എൻ്റെ കഴിവുകൾ എല്ലാവരിലേക്കും എത്തിക്കാനും കൂടിയാണ്. എനിക്ക് ഈ വേദിയിലേക്ക് സെലക്ഷൻ തന്ന എല്ലാവരോടും വളരെയധികം നന്ദിയുണ്ട്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ. ഓക്കെ ശ്രീഗംഗ, നല്ല രസമുള്ള, ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യൂട്ടായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം അല്ലേ? അവർക്ക് എന്താ തോന്നിയതെന്ന് ചോദിക്കണമല്ലോ അല്ലേ? ആൻ മരിയ മാം എന്നോട് ചോദിച്ചാലോ? മാം ഇങ്ങനെ ചിരിച്ച് ഭയങ്കര ക്യൂട്ടായിട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് മോളുടെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരുന്നത്. സോ മാമിനോട് ചോദിക്കാം അല്ലേ? ഓക്കെ മാം, എങ്ങനെയുണ്ടായിരുന്നു മോളുടെ റാമ്പ് വോക്കും അതുപോലെ സെൽഫ് ഇൻട്രൊഡക്ഷനും? ഹായ് ശ്രീഗംഗ. ഹായ് മാം. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. വാക്കിംഗ് ഒക്കെ നല്ല സൂപ്പറായിരുന്നു.
അതുപോലെ തന്നെ എന്താ പറയുക, ആറ്റിറ്റ്യൂഡ്, അത് നന്നായിട്ട് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല മലയാളത്തിൽ നല്ല സ്ഫുടമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി മുന്നോട്ടുള്ള റൗണ്ടുകളിലും ഇതുപോലെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യണം. പിന്നെ ഡാൻസിങ് ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞേ, അപ്പോൾ അടുത്ത ഡാൻസ് പെർഫോമൻസ് നന്നായിട്ട് ചെയ്യണം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു അപ്പിയറൻസിൽ പഴയ ശ്രീവിദ്യ മാമിൻ്റെ ഒക്കെ ഒരു എനിക്കങ്ങനെ തോന്നുന്നു കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ മോളെ, അപ്പിയറൻസ് എല്ലാം നന്നായിട്ടുണ്ട്, കോസ്റ്റ്യൂം എല്ലാം. ഓക്കെ, അപ്പൊ ശ്രീഗംഗ നല്ല പോസിറ്റീവായിട്ടുള്ള, വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കമന്റ്സ് ആണല്ലേ കിട്ടിയത്. അപ്പൊ സന്തോഷമായില്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത റൗണ്ടിന് എങ്ങനെയായിരിക്കും കമന്റ് മേടിക്കുക? നല്ല കമന്റ്സ് ഒക്കെ മേടിക്കും അല്ലേ? സോ ഹാപ്പി ആയിട്ടായിരിക്കും ഇവിടെ ഫസ്റ്റ് കിട്ടാവുന്ന വിധത്തിലേക്ക് ആയിരിക്കും പോകാൻ പോകുന്നത് അല്ലേ? അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ശ്രീഗംഗയുടെ അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? ഓക്കെ, നമുക്ക് ശ്രീഗംഗയുടെ ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ട് തിരികെ വരാം. அழகு தெய்வமாக வந்து பழனிமலை மீதில் நிற்போம். அழகு தெய்வமாக வந்து பழனிமலை மீதில் நிற்போம். ஆதிசக்தி என்னை தந்தவாளவன் அசுரர் தம்மை வென்ற வடிவேலன். அழகு தெய்வமாக வந்து பழனிமலை மீதில் நிற்போம். ஆதிசக்தி என்னை தந்தபாலவன் அசுரர் தம்மை வென்ற வடிவேலன். அழகு தெய்வமாக வந்து பழனிமலை மீதில் நிற்போம். ஆதிசக்தி அன்னை தந்தபாலவன் அசுரர் தம்மை வென்ற வடிவேலன். அழகு தெய்வமாக வந்து பழனிமலை மீதில் நிற்போம். ஆதிசக்தி அன்னை தந்தபாலன் அவன் அசுரர் தம்மை வென்ற வடிவேலன். நல்ல அமுதமென்னுமோ தமிழில் பாடிடும் அன்பர் வாழவே கருணை செய்குகன். அமுதமென்னுமோ தமிழில் பாடிடும் அன்பர் வாழவே கருணை செய்குவன். அரணுகந்த குருவாம் உயர்சீலன் என்றும் அருள் சுரந்தே காக்கும் அனுகூலன். குழந்தையாக குமரனாக கோவனாடை துறவியாக. குழந்தையாக குமரனாக கோவனாடை துறவியாக. கோலம் கொள்ளும் காட்சி என்ன சொல்வேன் கண்டு கூறுமாய் வினைகள் யாவும் வெல்வேன். கோலம் கொள்ளும் காட்சி என்ன சொல்வேன் கண்டு கூறுமாய் வினைகள் யாவும் வெல்வேன். இந்த குவலயத்திலோர் கலியுகப் பெரு வரதனாய் திகழ்ந்தருளும் கந்தனை. குவலயத்திலோர் கலியுகப் பெரு வரதனாய் திகழ்ந்தருளும் கந்தனை கும்பிட்டெந்தன் பிணிகள் நீங்க மகிழ்வேன். உள்ள குமுறல் ஓய்ந்தே நல்ல வழி செல்வேன்.
ആവിനൻ കൂടിയിൽ തോன்றுം നീലമയിൽ മീതിൽ ഏറി ആവിനൻ കൂടിയിൽ തോன்றுം நிமலனாம் குழந்தை முருகேசன் ஊய நித்தில பொன்முருவல் வள்ளினேசன் நிமலனாம் குழந்தை முருகேசன் ஊய நித்தில பொன்முருவல் வள்ளினேசன் அவன் நீள்நிலம் தனில் அன்பு செய்திடும் அடியர் யாரையும் காத்து நின்றிடும் நீள்நிலம் தனில் அன்பு செய்திடும் அடியர் யாரையும் காத்து நின்றிடும் நித்திய ஜோதி வடிவமாம் பிரகாச தூரல் நெஞ்சை நீங்காதென்றும் அங்கு வாசம் நித்திய ஜோதி வடிவமாம் பிரகாசம் தூரல் நெஞ்சை நீங்காதென்றும் அங்கு வாசம் நித்திய ஜோதி வடிவமாம் பிரகாசம் தூரல் நெஞ்சை நீங்காதென்றும் அங்கு வாசம் வா வா முருகா வடிவேலழகா 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 வா வா முருகா வடிவேலழகா. ശ്രീഗംഗ എന്തോ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. ഭയങ്കര ഗ്രേസ്ഫുൾ ആയിട്ട് ഭയങ്കര ഫേസിലൊക്കെ ഭയങ്കര ചൈതന്യം ഇങ്ങനെ ഫീൽ ചെയ്യുമായിരുന്നു. Thank you. Okay, നല്ല ക്യൂട്ട് ആയിരുന്നു കേട്ടോ. Thank you. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ട് എന്താ? വെസ്റ്റേൺ റൗണ്ട്. വെസ്റ്റേൺ റൗണ്ടിലേക്ക് നമുക്ക് പോകാം. ധൃതിയായോ? അതിന് മുമ്പ് നമുക്കൊന്ന് ആക്ടിങ് കണ്ടാലോ? ആ കാണാം. റെഡി അല്ലേ? ആ ഓക്കെ. അപ്പോൾ ജഡ്ജസും വെയിറ്റിംഗ് ആണ്. ആ ഒരു ചൈതന്യവും ആ ഇപ്പോൾ കാണിച്ച എക്സ്പ്രഷൻസ് ഒക്കെ ആക്ടിങ്ങിൽ വരുന്നുണ്ടോ എന്നൊന്ന് നോക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ശ്രീഗംഗയുടെ ആക്ടിങ് കാണാം. നോക്കണ്ട, താൻ എന്റെ പെണ്ണിനെ തിക്കി തിരക്കി നടക്കണ്ട. നിക്കണ്ട നോക്കണ്ട, താൻ എന്റെ പെണ്ണിനെ തിക്കി തിരക്കി നടക്കേണ്ട. കൽക്കണ്ട പൂശിയ കിണ്ണറമാക്കുവാൻ കൈക്കൂലി കാട്ടി അടുക്കേണ്ട. എന്റെ കരടല്ലേ, പോടോ പോടോ പോടോ. ഓക്കെ. റീൽസും ഒരു മ്യൂസിക്കലായിരുന്നു അല്ലേ? മ്യൂസിക്കലായിട്ട് ഒരാളെ ഓടിച്ചു വിടുന്ന ആയിരുന്നു അല്ലേ? എങ്ങനെ ഒരാളെ മ്യൂസിക്കലായിട്ട് ഓടിച്ചു വിടാം എന്നാണ് കാണിച്ചത്. എന്നാലും നമുക്ക് കമൻറ്റ് ചോദിച്ചാലോ? ചോദിക്കാം. നമുക്ക് സാറിനോട് ചോദിക്കാം. സലാം ബാബു സാർ, എങ്ങനെയുണ്ടായിരുന്നു കുട്ടിയുടെ പെർഫോമൻസ്? ശ്രീഗംഗ എന്തോ സാർ? നന്നായിരുന്നു. കൊല്ലത്തുനിന്നല്ലേ വരുന്നു? ആണ്. ഈ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന് പറയാറുണ്ട്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കേട്ടിട്ടുണ്ടോ അങ്ങനെ? കേട്ടിട്ടുണ്ട്. എന്താ പറയാൻ കാരണം? അതറിയില്ല. അവിടെ നല്ല ആളുകളാണെന്നാ പറയുന്നു. ആണോ? വീട്ടിൽ പോകാൻ തോന്നില്ല എന്ന്. നല്ല ആളുകളല്ലേ? ആണല്ലേ? ഓക്കെ. ഞാൻ അതല്ല, നല്ല കോസ്റ്റ്യൂം കേട്ടോ, നന്നായിട്ടുണ്ട്. കോസ്റ്റ്യൂം ഹെയറിലെല്ലാം ചെയ്തിട്ടുള്ളത്, അത് ഓർണമെന്റ്സ് എല്ലാം നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. പിന്നെ പെർഫോമൻസിൽ പറയുകയാണെങ്കിൽ ഭക്തി
ഭക്തി ശരിക്കും ലയിച്ച് പിന്നെ അതുപോലെ വളരെ ആസ്വദിച്ചാണ് മോള് ഡാൻസ് ചെയ്തത്. താങ്ക് യു അതാ സർ. ഞങ്ങൾക്ക് ഫീൽ ചെയ്തു, ആ ഭക്തി ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. പിന്നെ അതുപോലെ മുരുകനെ ബേസ് ചെയ്ത സോങ് അല്ലേ കളിച്ചത്? ആണ്. അതെ, അത് ആ ഭക്തി ഞങ്ങൾ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. അത് വളരെ എക്സ്പ്രസീവ് ആയിരുന്നു മോള്. ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻസും വളരെ കെയർഫുള്ളായിട്ട് വളരെ സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് മോള് അത് പെർഫോം ചെയ്തത്. അതൊരു നല്ല കഴിവുള്ള ആളുകൾക്ക് മാത്രം പറ്റുന്ന രീതിയിൽ തന്നെയാണ് മോള് അത്രയും ഒരു നമ്മളത് ഒരു ഭയങ്കര ഗ്രേസ് ഉണ്ടായിരുന്നു അതിന് കേട്ടോ. ആ സ്റ്റെപ്സിനും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ റീൽസിൻ്റെ കാര്യം, റീൽസ് ഇതൊരു സോങ്ങാണ് ചെയ്തത്. സോങ്സ് നന്നായിരുന്നു, എക്സ്പ്രസീവ് ആയിരുന്നു. ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള റൗണ്ടിലൊക്കെ നല്ല നല്ല കമൻ്റ് ആണല്ലേ കിട്ടിയത് അല്ലേ? ഓക്കെ, അപ്പോൾ സന്തോഷമല്ലേ ഇപ്പോൾ? ആണ്. ഇനിയിപ്പോൾ അടുത്ത ലുക്കിൽ ഇപ്പോൾ രണ്ടും ഒരു ട്രഡീഷണൽ ചൊവ്വയുള്ള റൗണ്ടുകളിലൂടെയാണ് കടന്നു വന്നത് അല്ലേ? അങ്ങനെയുള്ള കോസ്റ്റ്യൂംസ് ആണ് ധരിച്ചത്. ഇനിയിപ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റൗണ്ടാണ് വരുന്നത്. ഏതാ അത്? വെസ്റ്റേൺ റൗണ്ട്. റെഡി അല്ലേ? ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്രീഗംഗയുടെ വെസ്റ്റേൺ റൗണ്ട് കാണാം. ശ്രീഗംഗ, എന്തോ? ശ്രീഗംഗ നല്ല സ്മൈല് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. രാവിലെ മുതൽ ഇപ്പോൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഇതുവരെ നല്ല ഭംഗിയുള്ള സ്മൈലും കൊണ്ട് നടക്കുകയാണ്. ഓക്കെ, നമുക്ക് Q&A സെക്ഷനിലേക്ക് പോയാലോ? റെഡി അല്ലേ? റെഡിയാ. ഓക്കെ, നമുക്ക് ആരാ ചോദ്യം ചോദിക്കുക? ആൻമരിയ മാമിനോട് പറയാം അല്ലേ? ആൻമരിയ മാം. ഹായ് മോളെ. ഹായ് മാം. മോൾക്ക് ഇവിടെ ഇഷ്ടമായോ? ഇഷ്ടമായി. ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് ഇഷ്ടമായി. ഫ്രണ്ട്സിനൊക്കെ കിട്ടിയിട്ടുണ്ടോ? ആ. മോൾക്ക് ഈ പ്രോഗ്രാമിൽ, സുന്ദരിക്കുട്ടി എന്ന ഈ പ്രോഗ്രാമിൽ ഏറ്റവും ഇഷ്ടം എന്താണ്? താങ്ക് യു ഫോർ ദിസ് ക്വസ്റ്റ്യൻ. എനിക്ക് സുന്ദരിക്കുട്ടി വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് റാമ്പ് വാക്കാണ്. ആണോ? അത് നന്നായിട്ട് ചെയ്തിട്ടുമുണ്ട് മോള്. താങ്ക് യു മാം. ആദ്യത്തെ റാംബോക്ക് ആണെങ്കിലും രണ്ടാമത്തെ ആണെങ്കിലും വെസ്റ്റേണിൻ്റെ ആണെങ്കിലും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചേച്ചി പറഞ്ഞ പോലെ തന്നെ രാവിലെ വന്ന ആ ഒരു എനർജി ഇതുവരെ പോയിട്ടില്ല. അതുപോലെ എല്ലാ ഡ്രസ്സുകളും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഏത് എന്താ പറയുക, ഡാൻസിൻ്റെ കോസ്റ്റ്യൂം ആണെങ്കിലും എല്ലാ കോസ്റ്റ്യൂമും മോൾക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ, നന്നായിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ മോനെ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ശ്രീഗംഗക്കുട്ടി ഒരുപാട് രംഗങ്ങളിൽ കഴിവ് തെളിയിക്കുന്ന ആളാണല്ലേ? എന്തൊക്കെയാ പഠിക്കുന്നത്? ഡാൻസും കരാട്ടയും. ഡാൻസും കരാത്തയും പഠിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ മോഡലിംഗും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ എവിടെ എത്തണം എന്ന് ആഗ്രഹം? നല്ലൊരു മോഡലാവണം. നല്ലൊരു മോഡലാവണം. അപ്പോൾ ഡാൻസർ ആവണ്ടേ? ഡാൻസറും ആകണം. അതിനോടൊപ്പം തന്നെ. അപ്പോൾ ഈ ആഗ്രഹങ്ങളെല്ലാം പൂവണിയട്ടെ. ഓക്കെ, അതിൻ്റെ ഒരു ചവിട്ടുപടി ആവട്ടെ ഈ ഒരു സുന്ദരിക്കുട്ടി എന്ന് പറയുന്ന വേദി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കുട്ടിപ്പട്ടാളത്തിന്റെ ഈ മാസ്മരിക പ്രകടനം ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത സുന്ദരിക്കുട്ടി എത്തുന്നതിന് മുമ്പായി ഒരു ഷോർട്ട് ബ്രേക്ക്. നമ്മളുടെ സുന്ദരിക്കുട്ടികളുമായിട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. വെൽക്കം ബാക്ക് അവർ പ്രോഗ്രാം സുന്ദരിക്കുട്ടി സീസൺ 5. ഇടയ്ക്കിടെ മിടുക്കിയാണ് അടുത്തതായി സുന്ദരിക്കുട്ടിയുടെ വേദി കീഴടക്കാനായിട്ട് എത്തുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം ആദിത്യ പ്രശാന്ത്. ആദിത്യ കുട്ടി. ഹായ് ആദിത്യ. ഹായ്. ഒരു ഡാൻസ് ഒക്കെ കളിക്കാൻ പോകുന്ന ഒരു ലുക്കിലൊക്കെയാണല്ലോ.
ഒരു ഭരതനാട്യത്തിൻ്റെ ഒക്കെ ലുക്കിലാണല്ലോ വന്നിരിക്കുന്നത്. ഒരുപാട് ഓർണമെന്റ്സ് ഒക്കെ അണിഞ്ഞ് ആഭരണങ്ങളൊക്കെ അണിയാൻ ഒരുപാട് ഇഷ്ടമാണോ? ഓക്കെ. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഇവിടെ 2 ദിവസമായിട്ട് പ്രാക്ടീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ വന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടില്ലേ? അപ്പൊ അതിലാരെ ഏറ്റവും ഇഷ്ടമായത്? ഓ സോറി, എന്നെയാണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അതെന്താ എന്നറിയാനാ. എന്തുകൊണ്ടാണ് എന്നെ ഏറ്റവും ഇഷ്ടം? നല്ല പാവമാണ്. ഞാൻ പാവം അത്രേ. അയ്യോ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതിൽ എന്നെ സുഖിപ്പിച്ചു. ഇനിയിപ്പോൾ ആരെയാണ് ഇവിടെ കയ്യിൽ എടുക്കേണ്ടത്? പക്ഷേ എന്നെ ഇങ്ങനെ സുഖിപ്പിച്ചു പറഞ്ഞ ഒരു കാര്യമില്ല. അവിടെ മാർക്ക് കിട്ടണമെങ്കിൽ ആരെ കയ്യിലെടുക്കണം? ജഡ്ജസിനെ കയ്യിലെടുക്കണം. ജഡ്ജസിനെ കയ്യിലെടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ലപോലെ നന്നായിട്ട് ചെയ്യണം, പെർഫോം ചെയ്യണം അല്ലേ? അപ്പൊ റെഡി ആണോ പെർഫോം ചെയ്യാൻ? എങ്കിൽ നമുക്ക് ആദ്യത്തെ റൗണ്ടിലേക്ക് പോയാലോ? എന്താ നമ്മുടെ ആദ്യത്തെ റൗണ്ട്? റാംബോ റൗണ്ട് ആണ്. റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മളുടെ സുന്ദരിക്കുട്ടിയുടെ റാംബോക്ക് കാണാം. ആദിത്യ, എന്തോ ആദിത്യ ഹാപ്പിയാണോ? റാംബോക്കൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓക്കെ. എന്തുകൊണ്ടാണ് ഹാപ്പി? എനിക്ക് ഇതെല്ലാം കണ്ടിട്ട് നന്നായിട്ട് വോക്ക് ചെയ്യാനൊക്കെ പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ. അപ്പം നമുക്ക് അടുത്ത റൗണ്ടോ? അടുത്ത റൗണ്ട് എങ്ങനെയായിരിക്കും? ഹാപ്പിയോട് കൂടിയാണോ അവതരിപ്പിക്കാൻ പോകുന്നത്? ഓക്കെ, എങ്കിൽ അതിലേക്ക് പോയാലോ? ഓക്കെ, നമുക്ക് ആദിത്യയുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് ആദിത്യ പ്രശാന്ത്. ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയുടെ കവാടമായ മുണ്ടക്കയം എന്ന സ്ഥലത്തു നിന്നാണ്. എനിക്ക് 10 വയസ്സുണ്ട്. ഞാൻ പഠിക്കുന്നത് മുണ്ടക്കയം സെൻറ്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂളിൽ 5ാം ക്ലാസ്സിലാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും അനിയനും പിന്നെ ഞാനുമാണ് ഉള്ളത്. എൻ്റെ അച്ഛനൊരു ഡ്രൈവറാണ്, പേര് പ്രശാന്ത്. എൻ്റെ അമ്മ ഒരു ഹൗസ് വൈഫാണ്, പേര് സൗമ്യ. എൻ്റെ അനിയന് LKGയിലാണ് പഠിക്കുന്നത്, പേര് ആരോമൽ. എനിക്ക് പഠിച്ചു വരുന്ന ഒരു ഡോക്ടറാവാനാണ് ആഗ്രഹം. അതിനോടൊപ്പം തന്നെ ഡാൻസും അഭിനയമാണ് എൻ്റെ ഇഷ്ട മേഖല. പഠിത്തത്തോടൊപ്പം തന്നെ ഡാൻസും അഭിനയം തുടർന്ന് കൊണ്ടുപോകാനാണ് എൻ്റെ ആഗ്രഹം. നന്ദി. ഓക്കെ. അപ്പോൾ ഒരു പ്രൊഫഷനോടൊപ്പം തന്നെ പാഷനും കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹമുള്ള ഭയങ്കര വലിയൊരാളാണ് അല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ? ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് കമൻറ്റ് ചോദിക്കാം. പൂജ മാം. ഹായ്. ഹായ്. നല്ല രസമുണ്ട് കാണാൻ. ഔട്ട്ഫിറ്റിൽ വന്നിരിക്കുന്ന കണിക്കൊന്നയുടെ പിക്ചേഴ്സൊക്കെ നല്ല രസമുണ്ട്. ഓർണമെൻറ്റ്സ് ഒക്കെ ലൈക്ക് ഒരു കംപ്ലീറ്റ് ലുക്ക് ആക്കിയിട്ടുണ്ട്. ഇറ്റ് ലുക്സ് ലൈക്ക് യു ആർ എ പ്രിൻസസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഉണ്ടായിരുന്നു. ആക്ച്വലി വാക്കും നല്ല രസമുണ്ടായിരുന്നു. ഫൈൻ ആയിട്ട് നല്ല എലഗൻ്റ് ആയിട്ടുണ്ടായിരുന്നു. കീപ് ഗോയിങ്. ഐ എം എക്സ്പെക്ടിങ് ഗുഡ് ഫ്രം യുവർ ഡാൻസ് ഓൾസോ. താങ്ക് യു മാം. ഓക്കെ ശ്രീഗംഗ, അപ്പോൾ മാം പറഞ്ഞത് വളരെ നല്ല പെർഫോമൻസ് ആണ്, നല്ല ഔട്ട്ഫിറ്റ് ആണെന്നൊക്കെയാണ് അല്ലേ? സന്തോഷായോ? ഓക്കെ. അപ്പം നമ്മളുടെ 3ാമത്തെ റൗണ്ട് ഡാൻസ് റൗണ്ട് ആണ്. അതിൽ എന്ത് പെർഫോമൻസാ ചെയ്യാൻ പോകുന്നേ? എന്തോ ഡാൻസിങ്. എന്ത് ഡാൻസാ ചെയ്യുന്നേ? നാടോടി നൃത്തം, ഫോക്ക് ഡാൻസ് ആണ് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഞങ്ങൾ അത് കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. സോ നമുക്ക് ആദിത്യയുടെ ആ ഒരു ഗംഭീര ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ട് തിരികെ വരാം. ആടുമയിലാട്ടം വേലിൻ മയിലാട്ടം ആടും മയിലേ ആടും കുയിലേ ആടുവിളയാട്ടം ആടുമയിലാട്ടം
ആടുമയിലാട്ടം വേളിമയിലാട്ടം ആടുമയിലേ ആടുകുയിലേ ആടുവിളയാട്ടം ആടുമയിലേ ആടുകുയിലേ ആടുവിളയാട്ടം 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 ആടുമയിലേ ആടുകുയിലേ ആടുവിളയാട്ടം അനതലന അനതലന അനതലന. ആദിത്യ കുട്ടി എന്തോ ഒരു ഗംഭീര മയിലാട്ടമാണല്ലേ കാഴ്ചവെച്ചത്. ഒരു മയിലിനെ പോലെ ഇങ്ങനെ ആടുമായിരുന്നു കിടന്നിട്ട് അല്ലേ? നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഡാൻസ് ഒക്കെ കാണാൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ഡാൻസിനോടൊപ്പം തന്നെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള റീലും കൂടി കണ്ടാലോ? ഓക്കെ, മോളുടെ റീൽ ഇവിടെ റെഡി അല്ലേ? നമുക്ക് കാണാം. ഓക്കെ, നീയെപ്പെത്തി? ഞാൻ 10 മിനിറ്റായി വന്നിട്ട്. ആ മാരണത്തിന് എവിടെ കൊണ്ടേ കളഞ്ഞേ? ഓ, ഒന്നും പറയണ്ട. ഇവിടുന്ന് നേരെ ഇറങ്ങിയപ്പോഴാണ് ചെട്ടിക്കാട് പള്ളി പെരുന്നാളെന്ന് കേട്ടത്. ജെട്ടിന്ന് ബോട്ടും പിടിച്ച് ചെട്ടിക്കാട് പള്ളി ചെന്നിറങ്ങിയപ്പോ ജനസമുദ്രം. ഞാൻ ആംഗ്യ ഭാഷയിൽ ഈ കുർബാന കാണിച്ചു തരാന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇടയിലേക്ക് കയറ്റി വിട്ട് ഞാൻ ഇങ്ങോട്ട് മുങ്ങി. ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ട് കയറ്റി വെക്കും എന്റെ ഈശ്വര. പിന്നെ മാതാവിന്റെ അടുത്താണല്ലോ കൊണ്ട് എത്തിച്ചെന്നുള്ള സമാധാനത്തിൽ പല്ലിന്റെ ഇടയിൽ കുത്തിയിരിക്കുന്നു. ഈ ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ കയറും. നീ എവിടെ ഇറച്ചി? അല്ല, ഇറച്ചി തിന്നാ പല്ലിന്റെ ഇടയിൽ കയറും പറഞ്ഞതാ. ഞാനൊന്നും തിന്നില്ലേ. ഇനി അത് കുത്തി കുത്തി ചോദിക്കും. കുത്തണില്ല. ജമ്മോ, നീ വല്ലതും കഴിച്ചാ? ബ്രെഡും പഴവും. ബ്രെഡും പഴവും അതൊക്കെ ഗ്യാസാണ്. ഗ്യാസാ? അപ്പൊ പിന്നെ ഇത് വേണ്ടായിരിക്കുമല്ലോ. അത് വേണ്ടാന്ന് പറയോ? ഇത് ഗ്യാസിന് നല്ലതാ. അതിന്റെ 3/4 ഭാഗം എനിക്കേട്ടോ. സംഗതി നീ എന്നെ വഴക്ക് പറയുമെങ്കിലും നിനക്കെന്നോട് സ്നേഹമുണ്ട്. സ്നേഹം കൊണ്ടൊന്നല്ല, ആ ജന്തുവിനെ കൊണ്ട് കളഞ്ഞതിലുള്ള സന്തോഷത്തിനാ. ഓക്കേ ആദിത്യ കുട്ടി, എന്തോ
എങ്കിൽ നല്ല കോമഡി ആയിരുന്നല്ലേ പെർഫോമൻസ്? ചിരിച്ചല്ലേ? ഞാനും ചിരിച്ചായിരുന്നു. ഇനി ജഡ്ജസ് ചിരിച്ചോന്ന് നോക്കിയാലോ? ഓക്കെ, ആരോട് ചോദിക്കണം? നമുക്ക് സലാം ബാപ്പു സാറിനോട് ചോദിക്കാം അല്ലേ? സലാം ബാപ്പു സർ, എങ്ങനെയുണ്ടായിരുന്നു മോളുടെ പെർഫോമൻസ്? മോളുടെ പെർഫോമൻസ് എല്ലാം നന്നായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് റീൽസ് ഭയങ്കര ചേഞ്ച് ഇല്ലേ അല്ലേ? അശോകേട്ടൻ വളരെ മനോഹരമായിട്ട് ചെയ്തു. നമ്മളെല്ലാം ഒരുപാട് ചിരിച്ച സീനായിരുന്നു. അത് നന്നായി ചെയ്തു. ശരിക്കും ആ ഒരു ആൺകുട്ടി ചെയ്യുന്ന പോലെ തന്നെയായിരുന്നു അല്ലേ? രൂപം മാറിയപ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ മയിലാട്ടായിരുന്നല്ലോ ചെയ്തിരുന്നത് അല്ലേ ഡാൻസ്? അത് എനിക്ക് കുറച്ച് ഓഡിയോ പ്രോബ്ലം ഉള്ളതായിട്ട് തോന്നി അല്ലേ? പാട്ട് കറക്റ്റ് അല്ല അത്. പക്ഷേ മോളുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡും അതിഭീകരമാണ്. കാരണം അത്രയും പാട്ടൊക്കെ ഇടയ്ക്ക് ഡ്രോപ്പ് ആകുമ്പോൾ പോലും ആ ടച്ച് വിടാതെ തന്നെ മോള് ഡാൻസ് ചെയ്തു എന്ന് പറയുന്നത് അത് ഒരു നമ്മൾ സ്റ്റേജ് ഫിയർ ഇല്ല എന്നുള്ളതിൻ്റെ വലിയ ലക്ഷണമാണ്. കാരണം സാധാരണഗതിയിൽ പാട്ടൊന്ന് ഡൗൺ ആകുമ്പോൾ പോലും ഡാൻസേഴ്സ് പാട്ട് നിർത്തിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക്, പക്ഷേ പാട്ട് പല ഘട്ടങ്ങളിലും ഡ്രോപ്പ് ആകുമ്പോഴും മോൾ അത് ആ എനർജി വിടാതെ തന്നെ ഡാൻസ് ചെയ്തിരുന്നു. വളരെ എനർജറ്റിക് ആയിരുന്നു. റീൽസും അത് രണ്ടും നന്നായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ആദ്യം മുതലുള്ള ഒരു നല്ല ആറ്റിറ്റ്യൂഡും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വാക്കിങ്ങിലാണെങ്കിലും ഞാൻ നേരത്തെ എനിക്ക് പറയാൻ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ നോട്ട് ചെയ്ത കാര്യങ്ങളായിരുന്നു. വാക്കിലാണെങ്കിലും ഓവറോൾ പെർഫോമൻസിൽ എനിക്ക് മോളുടെ ഒരു ഗുഡ്, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇനിയുള്ള സ്റ്റെപ്സിൽ അടുത്ത റൗണ്ടിലൊക്കെ വളരെ ഗംഭീരമായിട്ട് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ആദിത്യ, ഇപ്പോഴത്തെ ഡാൻസിനും റീലിനും ഒക്കെ നല്ല കമന്റ്സ് ആ കേട്ടത് അല്ലേ? അത് നല്ല സാറ് വളരെ ആസ്വദിച്ചുകൊണ്ട് അതൊക്കെ കണ്ടു എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഫീൽ ചെയ്തില്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമ്മളുടെ റൗണ്ട് ഏതാണ്? വെസ്റ്റേൺ റൗണ്ട് ആണ്. റെഡിയാണോ അതിലേക്ക് പോവാൻ? ഓക്കെ, അപ്പോൾ നമുക്ക് ആദിത്യ കുട്ടിയെ ഇനി ഒരു വെസ്റ്റേൺ ലുക്കിൽ കാണാം. ആദിത്യ, എന്തോ നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ട് ഡ്രസ്സിലാണ്, നന്നായിട്ട് ചേരുന്നുണ്ട് ആദിത്യക്ക് ഇത്. താങ്ക് യു. ഓക്കെ, ഇനി റാംബോക്ക് എങ്ങനെയാന്ന് ആരാ പറയണ്ടേ? ജഡ്ജസ് ആണ് പറയേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു കുട്ടി ചോദ്യം കൂടി ആയാലോ? ചോദ്യം ചോദിക്കാം അല്ലേ? അപ്പൊ ആൻസർ പറയാൻ റെഡി അല്ലേ? ഓക്കെ, പൂജ മാം. ആദിത്യ, എന്തോ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് തിങ് ടു ഡു വെൻ യു ആർ അറ്റ് യുവർ ഹോം ടൗൺ? നാട്ടിലുള്ളപ്പോൾ, മോൻ്റെ സ്വന്തം നാട്ടിലുള്ളപ്പോൾ അവിടെ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണ്? ഒരു വായനശാല പോയിട്ട് വായനശാലയിൽ പോയിട്ട് ബുക്സ് ഒക്കെ വായിക്കാനാണ്. ഓ, നൈസ്. ദാറ്റ്സ് ആൻ ഇംപ്രസീവ് ആൻസർ. നൈസ്. താങ്ക് യു. മോൻ്റെ വാക്ക് നല്ല രസമുണ്ട്. താങ്ക് യു. ഫസ്റ്റിൽ നിന്നും നല്ല ഇംപ്രൂവൈസ്ഡ് ആയിട്ടുണ്ട്. നൈസ്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. അതിഥി കുട്ടി ഇവിടെ വന്നിട്ട് ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു. ആദ്യം വന്നപ്പോ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോ മാറിയല്ലേ? ഓക്കെ, അപ്പൊ ഇനിയും ഒരുപാട് വേദികളൊക്കെ കീഴടക്കുക, വലിയ ആളായിട്ട് മാറുക കേട്ടോ. താങ്ക് യു. താങ്ക് യു. ഇനി ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. നമുക്ക് എടുത്താലോ ഒരു ചെറിയ ബ്രേക്ക്? നമ്മുടെ കുസൃതി കുരുന്നുകളുമായി നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു അവർ പ്രോഗ്രാം ഇൻസ്പയർ സുന്ദരിക്കുട്ടി സീസൺ 5. കേരളത്തിൻ്റെ സുന്ദരിക്കുട്ടികൾ ഇനിയും ഒരുപാട് വരാനുണ്ട്. അപ്പോൾ അടുത്ത സുന്ദരിക്കുട്ടിയിലേക്ക് നമുക്കൊന്ന് പോയാലോ? നമ്മുടെ അടുത്ത സുന്ദരിക്കുട്ടി മലപ്പുറം ജില്ലയിൽ നിന്നാണ് വരുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം രമിത. രമിത കുട്ടി. ഹായ് രമിത. ഹായ്. ഭയങ്കര സുന്ദരിയായിട്ടുണ്ടല്ലോ. ഓക്കെ, നല്ല രസമുള്ള ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണല്ലേ? അതിൽ മയിൽപ്പീലിയൊക്കെ ഉണ്ട്. കണ്ണനെ ഇഷ്ടമാണോ? കണ്ണനെ ഇഷ്ടമാണ്. അതെന്താ കണ്ണനെ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം?
കണ്ണൻ കുസൃതിയാണ്. കണ്ണൻ കുസൃതിയാണ്. രമിത കുസൃതിയാണോ? ആണ്. എന്തൊക്കെ കുസൃതിയാ സാധാരണ രമിത കാണിക്കുക? ചെറിയ ചെറിയ കുസൃതികൾ. ആരുടെ അടുത്താ കാണിക്കുക ഇതൊക്കെ? അച്ഛൻ്റെ അടുത്ത്. അച്ഛൻ്റെ അടുത്ത്. അതെന്താ അച്ഛൻ്റെ അടുത്ത് കാണിക്കുന്നേ? അച്ഛനാണെങ്കിൽ തല്ലൂല. അച്ഛനാണെങ്കിൽ തല്ലൂല, അപ്പൊ അമ്മ തല്ലുവല്ലേ? ഓക്കെ, അമ്മ നന്നായിട്ട് തല്ലോ? ഇല്ല. ഇല്ല, ചെറിയ തല്ലൊക്കെ തല്ലുള്ളൂ. നന്നാവാൻ വേണ്ടിയല്ലേ അല്ലെ? ചെറിയ ശിക്ഷകളൊക്കെ തരുന്നതല്ലേ? കുഴപ്പമുണ്ടോ അതിന്? അമ്മേനെ ഇഷ്ടല്ലേ? ആരെയാ ഏറ്റവും അധികം ഇഷ്ടം? അച്ഛനെ. അച്ഛനെ ഇഷ്ടം. അമ്മേനെ ഇഷ്ടല്ല? അമ്മേനെ ഇഷ്ടമാണ്, അച്ഛനെ ഇഷ്ടമാണ് അല്ലേ? പൊടിക്ക് പക്ഷെ അല്ലാത്തത് കൊണ്ട് മാത്രം അച്ഛനെ ഇഷ്ടം, അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, നമ്മുടെ ഇവിടെ വന്ന അച്ഛനെ സന്തോഷിപ്പിക്കാൻ എന്ത് ചെയ്യണം? നന്നായി അവതരിപ്പിക്കണം. നന്നായിട്ട് അവതരിപ്പിക്കണം. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് രമിതയുടെ ആദ്യത്തെ റൗണ്ടിലേക്ക് ഒന്ന് പോയാലോ? രമിത, എന്തോ ഹാപ്പിയാണോ? ഓക്കെ, അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു റാംബോക്കൊക്കെ കാഴ്ചവെച്ച് ഇങ്ങനെ നിൽക്കുകയാണല്ലേ? സോ നമ്മളുടെ അടുത്ത റൗണ്ട് എന്താണെന്ന് അറിയാലോ? എന്താണ്? സെൽഫ് ഇൻട്രൊഡക്ഷൻ റൗണ്ട് ആണ്. സോ അപ്പൊ ഇവിടെയാണ് മോളെ കുറിച്ച് പറയേണ്ട റൗണ്ട്. സോ റെഡി അല്ലേ? സോ അതിന്റെ ബേസിലായിരിക്കും നമുക്ക് ജഡ്ജസ് മാർക്കൊക്കെ ഇടുന്നത്. അപ്പൊ റെഡിയാണോ പറയാൻ? ഓക്കെ, അപ്പൊ നമുക്ക് രമിതയുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കേൾക്കാം. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് രമിത. ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്നാണ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ചേച്ചി, പിന്നെ ഞാൻ. എനിക്ക് പഠിച്ചു വലുതായി കളക്ടർ ആവാനാണ് ഇഷ്ടം. ഞാൻ പഠിക്കുന്നത് സെൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പറവണ്ണയിലാണ്. എൻ്റെ ഹോബീസ് ഡാൻസിങ്, സിംഗിങ്, ക്രാഫ്റ്റിംഗ് എന്നിവയാണ്. നന്ദി, നമസ്കാരം. ഓക്കെ, വളരെ ചെറിയൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയി പോയല്ലോ. ഓക്കെ, നമുക്ക് കൗണ്ട് ചോദിക്കാം. ഓക്കെ, സോ സലാം ബാബു സാറിനോട് ചോദിക്കാം അല്ലേ? സലാം ബാബു സാർ, എങ്ങനെയുണ്ടായിരുന്നു മോളുടെ പെർഫോമൻസ്? റമിത മലപ്പുറത്തുനിന്ന് വരുന്നത് അല്ലേ? ഞാനോ നാട്ടുകാരനാ? ഓക്കെ, എന്നാലും നാട്ടുകാരിയെ കണ്ടതിലൊരു സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ മോള് ഒന്നുകൂടെ ബെറ്റർ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. നന്നായി ചെയ്യുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കൂടെ വാക്കിങ്ങിലും എല്ലാം ഒന്നും കൂടെ പെർഫെക്റ്റ് ആവാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. പിന്നെ അതുപോലെ സെൽഫ് ഇൻട്രോ ചെയ്തതിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചു. കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു പോയി കേട്ടോ. പിന്നെ കളക്ടർ ആവണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? കളക്ടർ ആവണമെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കണം. അത് കളക്ടർ ആയതിനു ശേഷം. കളക്ടർ ആവാൻ എന്താണ് ചെയ്യേണ്ടത്? പഠിക്കണം. എന്ത് പഠിക്കണം? കളക്ടർ ആവാൻ പഠിച്ചിട്ട് ഏത് പരീക്ഷയാണ് എഴുതേണ്ടത് അറിയാവോ? IAS എടുക്കണം അല്ലേ? അപ്പോൾ ഒരുപാട് പഠിക്കണം അല്ലേ? അപ്പം നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ. പിന്നെ അതുപോലെ നന്നായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഡാൻസിങ്ങിലും പാട്ട് പാടുവോ? ചെറുതായിട്ടേ പാടുള്ളൂ. അപ്പോൾ ചെറുതായിട്ടല്ല, ഇനി എല്ലാം വലുതായിട്ട് തന്നെ വലിയ മോഹങ്ങളിലേക്ക് പോവാ. ഒന്നും ചെറുതിൽ നിർത്തരുത്, വലിയ മോഹങ്ങളിലേക്ക് പോവാ കേട്ടോ. എല്ലാം പൂർത്തിയാവട്ടെ കേട്ടോ. ഓക്കെ, സക്സസ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നല്ല പോസിറ്റീവ് കമൻസ് ഒക്കെ തന്നു. സന്തോഷമായോ? ഓക്കെ, അപ്പോൾ കുറച്ചുകൂടിയൊക്കെ എനർജിയിൽ കോൺഫിഡൻസോടുകൂടി അടുത്ത റൗണ്ടിൽ പെർഫോം ചെയ്യുമല്ലോ. ഇപ്പോൾ സാറ് പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും തിരുത്തുമല്ലോ അടുത്ത റൗണ്ടിൽ. ഓക്കെ, റെഡി അല്ലേ? പ്രോമിസ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് രമിതയുടെ അടുത്ത റൗണ്ടായിട്ടുള്ള ഡാൻസ് പെർഫോമൻസ് കാണാം. ശിവ 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 നമ ശിവായ.
ശങ്കര ശിവ 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 ശങ്കര ദുരിത ശമനദായക ഓദയാമയ ഹര 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 ശങ്കര ശിവ 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 ശങ്കര ദുരിത ശമനദായക ഓദയാമയ നിൻതുടിയുടെ ധിംതിമിതിമിതിമിതിമിറ്റുമ്പം വൻപെരുന്നിന്റെ അമ്പലങ്ങളിൽ മുമ്പിടും കുടുംബം പല പാപമഖില ജീവിതത്തിന് മോചമോ തരണേ എന്റെ പ്രാണസങ്കട പ്രാർത്ഥനയുടെ പാട്ടും കേൾക്കണമേ ശങ്കര ശിവ 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 ശങ്കര ദുരിത ശമനദായക ഓദയാമയ ഹര 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 ശങ്കര ശിവ 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 ശങ്കര ദുരിത ശമനദായക ഓദയാമയ ശമനദായക ഓദയാമയ ഓം ഹര ഹര ഓം ഹര ഹര ഓം ശിവ ശിവ ഓം ശിവ ശിവ ഓം ഹര ഹര ഓം ശിവ ശിവ ഓം ഹര ഹര ഓം ശിവ ശിവ പഞ്ചാഗ്നിയിൽ നെഞ്ചുകത്തി കണ്ണുപൊത്തി കാത്തിരിക്കൂ തുലാമഴക്കാലം തീർന്നാൽ സ്വയംവരം പഞ്ചാഗ്നിയിൽ നെഞ്ചുകത്തി കണ്ണുപൊത്തി കാത്തിരിക്കൂ തുലാമഴക്കാലം തീർന്നാൽ സ്വയംവരം ചന്ദനത്തിരി തുമ്പു കത്തണ കണ്ണിൽ കണ്ണാടി മുന്തിരിച്ചിരിച്ചില്ലുടയ്ക്കണ നിന്നെ കാണുമ്പം ജീവിതത്തിന് മോചമോ തരണേ എന്റെ പ്രാണസങ്കട പ്രാർത്ഥനയുടെ പാട്ടും കേൾക്കണമേ ഹര 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 ശങ്കര ശിവ 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 ശങ്കര ദുരിത ശമനദായക ഓദയാമയ ഹര 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 ശങ്കര ശിവ 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 ശങ്കര ദുരിത ശമനദായക ഓദയാമയ നിൻതുടിയുടെ ധിംതിമിതിമിതിമിതിമിറ്റുമ്പം വൻപെരുന്നിന്റെ അമ്പലങ്ങളിൽ മുമ്പിടും കുടുംബം പല പാപമഖില ജീവിതത്തിന് മോചമോ തരണേ എന്റെ പ്രാണസങ്കട പ്രാർത്ഥനയുടെ പാട്ടും കേൾക്കണമേ ഹര 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 ശങ്കര ശിവ 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 ശങ്കര ദുരിത ശമനദായക ഓദയാമയ ഹര 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 ശങ്കര ശിവ 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 ശങ്കര ദുരിത ശമനദായക ഓദയാമയ രമിത എന്തോ ദിലീപേട്ടന്റെ രസികൻ എന്ന് പറഞ്ഞ മൂവിയിലെ ഡാൻസ് ആണല്ലേ കളിച്ചത്. ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ടുള്ള അതേസമയം കുറച്ച് ഡിവോഷണലും കൂടി ആയിട്ടുള്ള ഒരു സോങ് ആണ് അത്. തകർത്തു. ഓക്കെ, നന്നായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ
മൂവി സീൻ കാണാം അല്ലേ? റീൽസിലേക്ക് പോയാലോ? ഓക്കെ, രമിത എങ്ങനെയാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നൊന്ന് നമുക്ക് കാണാം. കാണാൻ റെഡി അല്ലേ? ഓക്കെ. കേറി വന്ന് സൽക്കാരം മേടിച്ച് മിണ്ടാതെ അങ്ങ് പോകാൻ വന്ന ആളല്ല ഈ വക്രി കുഞ്ഞ്. പേരിട്ടവനെയൊക്കെ വെട്ടിക്കൊല്ലണം. മാക്രി കുഞ്ഞെന്ന്. എന്താണ് എന്റെ പേര്? വർക്കി കുഞ്ഞ്. ആ കിട്ടിപ്പോയി ആ കുഞ്ഞ്. സ്ത്രീധന ബാക്കി ചോദിച്ചപ്പോ എന്നോട് എന്താ പറഞ്ഞേ? വാഴ വെക്കട്ടെ, വാഴ കൊലക്കട്ടെ, കൊല വെട്ടട്ടെ, കൊല വിൽക്കട്ടെ, എന്തൊക്കെ ആയിരുന്നു. ഇനി എന്തോന്ന് കൊല എടുത്തിട്ട് വെട്ടും? തേങ്ങ കൊല. നാം ഇറങ്ങിപ്പോയോ? സ്ത്രീധനം മാത്രം കണ്ടുകൊണ്ട് ഞാൻ വളർത്തിയെടുത്ത ഒരു സാധനമുണ്ട്. എന്റെ സ്വപ്നങ്ങൾ അതെല്ലാം തകർത്ത് കളഞ്ഞില്ലേ നിങ്ങൾ? ഈ ഒരു വിഷമത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ വന്ന് വാഴക്കൊല ഉണ്ടാക്കല്ലേ. ഓക്കെ, ഇതിൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്. സോ നമുക്ക് പൂജ മാമിനോട് ചോദിക്കാം. മാം, എങ്ങനെയുണ്ടായിരുന്നു മോളുടെ പെർഫോമൻസ്? രമിത ആക്ച്വലി നല്ല രസമുണ്ട്. ഓവറോൾ അസാധ്യമായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയണത് നമ്മൾ പറയായിരുന്നു, ഈ സോങ് വന്നിട്ട് ഭയങ്കര ലെങ്തി സോങ് ആയിരുന്നു അല്ലേ? പക്ഷേ അത് ആ ഒരു എനർജിയിൽ പിടിച്ചിട്ട് അവസാനം വരെ യു ഡിഡ് ഇറ്റ്. ആൻഡ് യു ഹാവ് ടു I supposed to give you a big blow of hand for sure. And acting ഇത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല, പക്ഷേ ഇത് നന്നായിട്ട് ചെയ്തു. ആ ക്യാരക്ടറിൽ നിന്ന് ചെയ്തു. ആ ഹ്യൂമറൊക്കെ കറക്റ്റായിട്ട് ആക്ട് ചെയ്തിട്ട് അത് ഫലിപ്പിക്കാൻ പറ്റി. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അവരൊന്നും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് ആ റീല്. വളരെ ഭംഗിയായിട്ട് സുരാജേൻ്റെ ആ ഒരു ക്യാരക്ടറിനെ അങ്ങ് അഭിനയിച്ച് എല്ലാവരെയും ചിരിപ്പിച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അപ്പം നമ്മളുടെ അടുത്ത റൗണ്ട് വെസ്റ്റേൺ റൗണ്ടാണ്. സോ ഈ ഒരു സാരിയൊക്കെ മാറി നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരു പ്രിൻസസിലെ പോലെ എത്തുമല്ലോ. ഓക്കെ, അപ്പം നമുക്ക് രമിതയുടെ വെസ്റ്റേൺ ലുക്ക് കാണാം. രമിത കുട്ടി, എന്തോ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് കയറിന്നാലോ? ഓക്കെ രമിത, ഇവിടെ വന്നിട്ട് ഭയങ്കരമായിട്ട് അടിപൊളി പെർഫോമൻസുകളൊക്കെ കാഴ്ചവെച്ചല്ലേ? അതുപോലൊരു പെർഫോമൻസ് ആയിരുന്നു ഇപ്പോഴത്തെ റാംബോ ഒക്കെ. ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ കൂടി നമുക്കുണ്ട്. പറയാൻ റെഡിയാണോ? ചോദിക്കാൻ അവിടെ നമ്മുടെ സാറ് റെഡിയാണ്, സലാം ബാപ്പു സാറ്. പറയാൻ പറയട്ടെ? ഓക്കെ സാർ, മോൾക്കുള്ള ചോദ്യം കൊടുക്കാമോ? മോള് സ്വപ്നങ്ങൾ കാണാറുണ്ടോ? അബ്ദുൽ കലാമിൻ്റെ അഗ്നിച്ചിറകുള്ള പക്ഷികൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, കുട്ടികൾ സ്വപ്നം കാണണം എന്നാണ് പറയാറ്. സ്വപ്നം കണ്ടാലാണ് നമുക്ക്, സ്വപ്നങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് അത് പൂർത്തീകരിക്കാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവുക അല്ലേ? മോൾ അങ്ങനെ, മോളുടെ വലിയ ആഗ്രഹം എന്താണ്? ആ ആഗ്രഹം നേടിയെടുത്താൽ മോൾ എന്തൊക്കെയായിരിക്കും ചെയ്യുന്നത്? ജനങ്ങളെ സേവ് ചെയ്യും. എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം? കളക്ടർ ആവുക. കളക്ടറായി കഴിഞ്ഞാൽ ജനങ്ങളെ സേവിക്കണം, പാവപ്പെട്ടവരെ സഹായിക്കണം. അത് മാത്രമാണോ കളക്ടറുടെ വേറെ? കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അയാളുടെ ചുമതല? അല്ലെങ്കിൽ കളക്ടർ ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ, രാജ്യത്തിൻ്റെ കളക്ടർ എന്ന് പറഞ്ഞാൽ ഏത് വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഏത് പ്രദേശത്തിൻ്റെ അധിപനായിരിക്കും ചുമതല ഉണ്ടാവുക? നാടിൻ്റെ, ജില്ലയുടെ അധിപനായിരിക്കും കളക്ടർ അല്ലേ? ജില്ലയുടെ ഭരണങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആളായിരിക്കും അല്ലേ? അപ്പോൾ ആ പ്രദേശത്തിലെ ആളുകളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും നന്മയ്ക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് മോളുടെ ലക്ഷ്യം അല്ലേ? അതല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ മോള് അതിനെക്കുറിച്ച് വെറുതെ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, സാധിക്കുക മാത്രമല്ല, അതിനെക്കുറിച്ച് പഠിക്കണം. എന്താണ് കളക്ടർ എന്നുള്ളതും എന്താണ് കളക്ടറുടെ പവർ എന്നുള്ളതും എന്താണ് കളക്ടർ ആവാൻ വേണ്ടി ചെയ്യേണ്ടതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം അല്ലേ?
എന്നിട്ട് അതിനു വേണ്ടി പ്രയത്നിക്കണം, എന്നിട്ട് അത് അച്ചീവ് ചെയ്യണം, എന്നിട്ട് ഈ ആഗ്രഹങ്ങളൊക്കെ നടത്തി കൊടുക്കണം അല്ലേ? അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഓവറോൾ ഫൈനൽ ഞാൻ നേരത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഫൈനൽ റൗണ്ടിലെ വാക്ക് ഒന്നും കൂടെ റംവാക്ക് ഒന്നും കൂടെ ക്ലിയർ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ചില പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും അത് പരിഹരിച്ച് അടുത്തൊരു റൗണ്ടിലേക്കും അടുത്ത സ്റ്റെപ്പിലേക്കും മുന്നോട്ട് വരാൻ കഴിയണം കേട്ടോ. എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് മോളെ. ഓക്കെ രമിത, അപ്പൊ ഇവിടെ വന്നിട്ട് ഒരുപാട് അഡ്വൈസസ് ഒക്കെ കിട്ടിയല്ലേ? ഒരുപാട് സന്തോഷമായില്ലേ? ഓക്കെ, അപ്പോൾ ആഗ്രഹം എന്താ? കളക്ടർ ആവാനാണ്. അപ്പൊ അതിൻ്റെ ഒപ്പം മോഡലിംഗ് കൂടെ കൊണ്ടുപോവോ? കൂടെ കൊണ്ടുപോകും. അപ്പോൾ അതുപോലെ ഈ ഒരു കളക്ടർ ആവുകയും വേണം, മോഡൽ ആവുകയും വേണം, അതിനുവേണ്ടി പഠിക്കുകയും വേണം. റെഡിയല്ലേ? ഓക്കെ, അതിന്റെ തുടക്കം ഇവിടെ നിന്നാവട്ടെ. ഓക്കെ, അപ്പൊ എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കേരളത്തിലെ സുന്ദരി കുട്ടികളെ കണ്ടെത്താനുള്ള ഈ വേദി ഇന്നത്തേക്ക് വിട പറയുന്നു. നാളെ വീണ്ടും കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം.